ഔട്ട് ഓഫ് കൺട്രിയിൽ നിന്നും എനിക്കൊരു ക്ഷണം. എങ്ങോട്ടേക്കാ? വല്ലാർപാട് മാതാവിൻ്റെ അടുത്തേക്ക്. 3 വർഷമായിട്ട് കൊച്ചിയിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും വല്ലാർപാടത്തെ അമ്മയെ കാണാൻ ഞാൻ ഇതുവരെ പോയിട്ടില്ല. ചെറുപ്പത്തിൽ ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷേ അതിനുശേഷം ഞാൻ ഒരുപാട് തവണ അങ്ങോട്ടേക്ക് ചെല്ലണം എന്ന് ആഗ്രഹിച്ചിട്ടും പിന്നെ ഈ ഒരു ക്ഷണം കിട്ടിയപ്പോഴാണ് എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ തോന്നിയത് കേട്ടോ. വല്ലാർപാടത്തെ അമ്മയെക്കുറിച്ചും ദേവാലയത്തെക്കുറിച്ചും ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ എൻ്റെ കണ്ണിലുടക്കിയതും ഞാൻ അറിഞ്ഞതുമായിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ അടിമ സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ടുള്ള മുറ്റമടിക്കലാണ് കേട്ടോ. ഈ മുറ്റമടിക്കലിന് പിന്നിലൊരു സ്റ്റോറി ഉണ്ട്. എന്താണെന്നറിയോ? 1752 മീനാക്ഷിയമ്മയും മകനും ചേർന്ന് കുടുംബക്ഷേത്രത്തിൽ തൊഴാൻ പോവുകയായിരുന്നു. അപ്പോൾ പ്രകൃതി ശോഭിക്കുകയും അവരുടെ വള്ളം മറിഞ്ഞ് വെള്ളത്തിൽ വീഴുകയും ചെയ്തു. അവർ നേരെ കണ്ണുകളുയർത്തി അപേക്ഷിച്ചത് വല്ലാർപാടത്തെ അമ്മയോടായിരുന്നു. അമ്മ അന്നത്തെ വികാരിയച്ഛനായിരുന്ന പാലിയാത്തച്ഛന് ദർശനം കൊടുക്കുകയും അച്ഛനും ചുറ്റുമുള്ളവരും ചേർന്ന് അവർക്കായി തിരച്ചിൽ നടത്തുകയും ചെയ്തു. 3 ദിവസം തുടർച്ചയായ തിരച്ചിലിന് ശേഷമായിരുന്നു മീനാക്ഷി അമ്മയും മകനെയും ഇവർക്ക് കിട്ടിയത്. എന്നാൽ ഇരുവരും സുരക്ഷിതമായി വെള്ളത്തിൻ്റെ അടിയിൽ കഴിയുകയായിരുന്നു. അന്ന് മീനാക്ഷിയമ്മ ഇപ്രകാരമാണ് പറഞ്ഞത്: എൻ്റെ വല്ലാർപാടത്തെ അമ്മയായിരുന്നു ഞങ്ങളെ രക്ഷിച്ചത്. ഞങ്ങൾക്ക് അവിടെ കരയിൽ ഇരിക്കുന്ന ഒരു അനുഭവമായിരുന്നു ഉണ്ടായിരുന്നതെന്ന്. വല്ലാർപാടത്തെ അമ്മയോട് നന്ദി പറയുന്നതിനോടൊപ്പം തന്നെ മീനാക്ഷിയമ്മ പറഞ്ഞു, ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഇനി ഇവിടെ ദാസ്യവേല ചെയ്തു കൊള്ളാമെന്ന്. അങ്ങനെയാണ് അടിമസമർപ്പണത്തിൻ്റെ ഭാഗമായി മുറ്റമടിക്കൽ എന്ന നേർച്ച ഉണ്ടാകുന്നത്. അങ്ങനെ ഞാനും അമ്മയും വലിയമ്മയും അവിടുത്തെ മുറ്റമടിച്ച് അമ്മയുടെ അടിമയായി.